അടുത്ത ഇനി ക്വാർട്ടൈൽ ഡീവിയേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ദ ഫസ്റ്റ് ക്വാർട്ടൈൽ. തേർഡ് ക്വാർട്ടൈലിനെയും ഫസ്റ്റ് ക്വാർട്ടൈലിനെയും ഡിഫറൻസ് എടുത്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ടാകുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാർട്ടൈലിൽ നിന്ന് ഫസ്റ്റ് ക്വാർട്ടൈൽ കുറച്ചിട്ട് അതിനെ അതിൻ്റെ ആവറേജ് കണ്ടിട്ട് കിട്ടുന്ന ആൻസറിന് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നു. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1 ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അടുത്ത ഇനി വരുമ്പം ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q1 = സൈസ് ഓഫ് n+1/4 ഐറ്റം വെൻ ഐറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പം ചോദ്യത്തിൽ ചിലപ്പോൾ ഡിസെൻഡിങ് ഓർഡർ ആയിരിക്കും. അപ്പോൾ ആദ്യമേ ഐറ്റത്തിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് Q1 കാണാം. Q1ൻ്റെ ഇക്വേഷൻ n+1/4ഉം Q3യുടെ ഇക്വേഷൻ 3 × n+1/4 ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇക്വേഷൻ എന്താ? Q3 - Q1 ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ ഒരു ചോദ്യം നോക്കി, ഫൈൻഡ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒരു സീരീസ് തന്നിട്ടുണ്ട്. സീരീസ് നമ്മൾ ആദ്യമേ അസെൻഡിങ് ഓർഡറിലാണോ നോക്കണം, ചെറുതിൽ നിന്ന് വലുതിലേക്കാണോ നോക്കണം, അല്ലെങ്കിൽ ആദ്യമേ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എടുക്കുക. എന്നിട്ട് ഓരോരോ അക്കം എത്ര ഉണ്ടെന്ന് നോക്കുക. നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ 11 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം Q1ൻ്റെ ഇക്വേഷൻ എന്തോ n+1/4. എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 11 എഴുതി. 11 + 1/4 12/4 എന്ന് പറയുമ്പോൾ തേർഡ് ഐറ്റം, മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയ സീരീസിനെ മൂന്നാമത്തെ ഐറ്റം നോക്കിയേ 25 അല്ലേ. അതിനെയാണ് Q1 25 എന്ന് പറയുന്നത്. അപ്പോൾ Q3 എന്ന് പറയുമ്പോഴത്തേന് 3 × n+1/4. ഓൾറെഡി നമ്മൾ n+1/4 കണ്ടുപിടിച്ചിട്ടുണ്ട് 3. അപ്പം 3 × 3 9th ഐറ്റം എന്നാണ് പറയുന്നത്. 9th ഐറ്റം നോക്കിക്കേ, 1 2 10 25 25 3 28 4 32 5 38 6 39 7 40 42. 42ാമത്തെ ആയിരിക്കും നമ്മുടെ 9th ഐറ്റം എന്ന് പറയുന്നത്. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. Q3 - Q1. Q3 എന്താ 42, Q1 25. അങ്ങനെയാണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1 ഡിവൈഡഡ് ബൈ 2, അതായത് 42 - 25 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻസർ കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കണം, Q3 - Q1നെ നമ്മൾ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നു. Q3 - Q1നെ നമ്മൾ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പേര് വിളിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. അതിനകത്ത് നേരത്തെ പോലെ തന്നെ ഇപ്പോൾ ആദ്യമേ അസെൻഡിങ് ഓർഡറിൽ എഴുതും. ചെറുതിൽ നിന്ന് വലുതേക്ക് എഴുതിയിട്ട് Q1ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. Q1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേന് n ഇവിടെ നമ്പർ ഓഫ് ഐറ്റംസ് 10 ആണ്. n+1/4ഉം Q3 എന്ന് പറയുമ്പോൾ 3 × n+1/4. അപ്പോൾ ഇവിടെ Q1ൻ്റെ ഇക്വേഷന് പ്രത്യേകത പറഞ്ഞാൽ n 10. അപ്പോൾ 10+1/4 എന്ന് പറയുമ്പോഴത്തേന് 11/4 2.75 പറയുന്നത്. ശ്രദ്ധിച്ചോണം. ഈ 2.75th ഐറ്റം എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പം 2.75 എന്ന് പറയുമ്പം സെക്കൻഡ് ഐറ്റം പ്ലസ് 0.75 ബ്രാക്കറ്റിലിട്ടിട്ട് തേർഡ് ഐറ്റത്തിന് സെക്കൻഡ് ഐറ്റം കുറയ്ക്കണം. കാരണം സെക്കൻഡ് ഐറ്റത്തിന് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം തേർഡ് ഐറ്റം ആയില്ല, സെക്കൻഡ് ഐറ്റം പൂർത്തിയായി, തേർഡ് ഐറ്റം എത്താറുമായി സെക്കൻഡ് ഐറ്റത്തിന് പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഐറ്റം എന്ന് പറയുമ്പോൾ പ്ലസ് 0.75 തേർഡ് ഐറ്റം മൈനസ് സെക്കൻഡ് ഐറ്റം. ഇപ്പം ഈ 2.75യുടെ സ്ഥാനത്ത് 3.75 ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തേർഡ് ഐറ്റം പ്ലസ് 0.75 ഫോർത്ത് ഐറ്റം മൈനസ് തേർഡ് ഐറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ നമ്മൾ സെക്കൻഡ് ഐറ്റം എന്ന് പറയുമ്പോഴത്തേന് 9 പ്ലസ് 0.75 തേർഡ് ഐറ്റം എന്ന് പറയുമ്പോൾ 10 - 9, അതായത് 1. അപ്പം 9 + 0.75 × 1 9 + 0.75, അതായത് 9.75 ആയിരിക്കും നമ്മൾ Q1 കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ Q3 എന്ന് പറയുമ്പോഴത്തേന് 3 × n+1/4, അതായത് 8.25 ആണ് വരുന്നത്. അപ്പോൾ ഈ 8.25 എന്ന് പറയുമ്പോഴത്തേന് 8th ഐറ്റം പ്ലസ് 0.25 × 9 - 8. 9 - 8 എന്ന് പറയുമ്പോൾ 9th ഐറ്റം മൈനസ് 8th ഐറ്റം. 9ാം പദത്തിൽ നിന്നും 8ാം പദം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ, അതായത് 9ാമത്തെ പദം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിൽ 45 ഉണ്ട്, 8ാമത്തെ പദം 29 ഉണ്ട്. ആ സീരീസ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ സംഖ്യകൾ എഴുതുമ്പോൾ ആ കിട്ടുന്ന ആ സീരീസിനകത്താണ് 9ാം പദം 8ാം പദവും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8ാമത്തെ ഐറ്റം 29 പ്ലസ് 0.25 45 - 29, അതായത് കിട്ടുന്ന ആൻസർ 33. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ Q3 - Q1 ഡിവൈഡ് ബൈ 2. Q3 ഇവിടെ ഓൾറെഡി 33 തന്നിട്ടുണ്ട്, Q1 9.75 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
33 മൈനസ് 9.75 ഡിവൈഡഡ് ബൈ 2. അപ്പം Q1 ചെയ്യുമ്പോഴത്തേനും മണ്ടകത്ത് ഓക്കെ നമ്മൾ കണ്ടുപിടിച്ച 9.75. അപ്പം ആ കിട്ടുന്ന ആൻസറാണ് 11.625 എന്ന് പറയുന്നത്. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേന് Q3 മൈനസ് Q1ഉം കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1, അതായത് 33 മൈനസ് 9.75 ഡിവൈഡഡ് ബൈ 33 പ്ലസ് 9.75, അതായത് കിട്ടുന്ന ആൻസറിനെയാണ് 0.54 എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ നോർമലി കമ്പയറിങ് വേരിയബിലിറ്റി ഇൻ 2 സീരീസ്, 2 സീരീസിലുള്ള വേരിയബിൾസ് കമ്പയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അടുത്ത യൂസിങ് ക്വാർട്ടൈൽ കമ്പയർ ദ ഫോളോയിങ് 2 സീരീസ് ആൻഡ് സ്റ്റേറ്റ്സ് വിച്ച് ഈസ് മോർ വേരിയബിൾ. 2 സീരീസ് എന്തിട്ടുണ്ട്, സീരീസ് 1ഉം സീരീസ് 2. അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സീരീസ് 1 എടുത്തിട്ട് അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക, എന്നിട്ട് അതിൻ്റെ എണ്ണ് നോക്കുക, നമ്പർ ഓഫ് ഐറ്റംസ് നോക്കുക. അപ്പോൾ നമ്പർ ഓഫ് ഐറ്റം ഇവിടെ 11 ഇപ്പോൾ 11 പ്ലസ് 1/4 12/4. തേർഡ് ഐറ്റം ആയിരുന്നു, തേർഡ് ഐറ്റം എന്ന് പറയുമ്പോൾ 27 ആയിരുന്നു. അതുപോലെ തന്നെ Q3 എന്ന് പറയുമ്പോൾ 3 × n പ്ലസ് 1/4. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ 9th ഐറ്റം, അതായത് 56. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. അപ്പോൾ Q3 എന്ന് പറയുമ്പോൾ 56 മൈനസ് 27 ഡിവൈഡ് ബൈ 56 പ്ലസ് 27, അതായത് കിട്ടുന്ന ആൻസറാണ് 0.3494 എന്ന് പറയുന്നത്. സീരീസ് 2 എന്ന് പറയുമ്പോഴത്തേന് അതും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആ സീരീസ് എഴുതിയിട്ട് എന്ന് പറയുമ്പോൾ 10 ആയിരിക്കും. അപ്പോൾ 10th ഐറ്റം എന്ന് പറഞ്ഞാൽ തേർഡ് ഐറ്റം എന്ന് പറയുമ്പോൾ 10 പ്ലസ് 1/4 11/4, അതായത് തേർഡ് ഐറ്റം നമ്മൾ 27. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ Q3 എന്ന് പറയുമ്പോൾ 3 × n പ്ലസ് 1/4, അതായത് 9th ഐറ്റം എന്ന് പറയുമ്പോഴത്തേന് 45 ആണ് വരുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 എന്നുള്ള ഒരു സംഖ്യയിലേക്കാണ് അത് വരുന്നത്. അപ്പം 45 മൈനസ് 27 ഡിവൈഡഡ് ബൈ 45 പ്ലസ് 27, അതായത് 18/72 0.25 ആണ് വരുന്നത്. ഇത്രയും ഒന്ന് നോക്കണം. സിമ്പിളായിട്ട്, ഒത്തിരി ദീർഘമായിട്ടുള്ള മണിക്കൂറുകൾ എടുക്കുന്നില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്.